നമ്മൾ വീട്ടിൽ ഇറച്ചിക്കറിയൊക്കെ വെച്ച് ചോറൊക്കെ കഴിച്ച് രണ്ട് ടെണ്ണമ്മലൊക്കെ അടിച്ച് അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരമ്മാവനോ ഒരമ്മായിയോ ഒരു നോട്ടീസും കൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ കൂട്ടുകാരായിട്ട് രണ്ട് ടെണ്ണമ്മലൊക്കെ അടിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഇതേപോലെയുള്ള അമ്മാവനോ അമ്മായിയോ ഒരു പേപ്പറും കൊണ്ട് ഒരു നോട്ടീസും കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ അവിടെ ജാതിയായി, മതമായി, മനുഷ്യർ തമ്മിൽ പ്രശ്നങ്ങളായി. അവർ ജീവിക്കാൻ വേണ്ടിയിട്ട് ആണ് ഈ ഒരു പ്രവൃത്തി നടക്കുന്നത്. അവർക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് അവർ ഈ ഒരു പ്രവൃത്തി ചെയ്ത് ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ജനറേഷനുള്ളവർ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കാണേണ്ടത് ഈ നമ്മുടെ ഓച്ചിറയിലൊക്കെ ആലിൻ്റെ തറയിൽ ജീവിക്കാൻ ഗതിയില്ലാതെ ഇരിക്കുന്നവരെ പോലെ കണ്ട് അവരെ സഹായിക്കുക എന്നുള്ളത് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഈ പ്രവൃത്തി ചെയ്ത് ജാതിയും മതവും ഒക്കെ പറഞ്ഞ് നമ്മുടെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ നമുക്ക് ആ രീതിയിൽ കണ്ട് അറിഞ്ഞ് സഹായിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുകയുള്ളൂ. കാരണം അവർക്ക് തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് അവർ ഇപ്പോഴും ജാതിയും മതവും ഒക്കെ നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുവന്ന് പറഞ്ഞ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അവർ നോക്കുന്നത് അവരുടെ ജീവിതം നന്നാക്കി മുന്നോട്ട് കൊണ്ടുപോകാനാണ്. പക്ഷേ അവർ പോലും അറിയാതെ നമ്മളിലേക്ക് ജാതിയും മതവും വിദ്വേഷവും പ്രശ്നങ്ങളൊക്കെ അവർ പോലും അറിയാതെ നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. കാരണം നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമുക്കങ്ങനെ ഒരു ചിന്താഗതി ഇല്ലാതെ നമ്മുടെ ഒന്നായിട്ട് പല പ്രവൃത്തിയും ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ളവർ നമ്മളിലേക്ക് എത്തുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, പെട്ടെന്ന് നമ്മളിലേക്ക് ജാതിയും മതവും വർഗവും ഒക്കെ നമ്മളിലേക്ക് വരും. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ മരിച്ച ദിവസമായിരുന്നു ഇന്നലെ. പക്ഷേ അതുപോലും മുതലെടുക്കുന്ന, അദ്ദേഹത്തെ പോലും കച്ചവട വസ്തുവാക്കിയ മനുഷ്യർ ജീവിക്കുന്ന നാടാണിത്. സത്യം പറഞ്ഞാൽ ഈ അമ്മാവന്മാരും അമ്മായിമാരൊക്കെയാണ് നമ്മുടെ ജനറേഷൻ്റെ ഇപ്പോഴത്തെ ശാപം. കാരണം അവരാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മളിലേക്ക് കൊണ്ടുവന്നതും അത് അവസാനിപ്പിക്കാൻ സമ്മതിക്കാത്തതും അവർ തന്നെയാണ്. പിന്നെ ചിലവരൊക്കെ മുതലെടുക്കുന്നുണ്ട് ഇതൊക്കെ, ചിലവരുടെ ജീവിതമാർഗ്ഗമാക്കിയിരിക്കുന്നു ചിലർ. അപ്പോൾ നമ്മുടെ ജനറേഷനിൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെ ആവശ്യമുണ്ടോ? ഇപ്പോഴും പലയിടത്തും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ മുമ്പുള്ള തലമുറയിലുള്ളവരാണ് തിരിച്ചറിവില്ലാതെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ജനറേഷനിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ആവശ്യമുണ്ടോ? ശ്വസിക്കുന്ന വായുവിനേക്കാൾ വിലയുള്ളത് ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല. സൂര്യൻ്റെ ഊർജത്തേക്കാൾ എന്താ പറയുക ശക്തിയുള്ളത് ഞാൻ ഒന്നിനെയും കണ്ടിട്ടില്ല. ഭൂമിയിൽ നമുക്ക് എന്താ പറയുക ജന്മമെടുക്കാനുള്ള ആവാസ വ്യവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ടാണ് നമ്മൾ ജന്മമെടുത്തത്. നമ്മളായിട്ട് അത് നശിപ്പിക്കരുത്, എനിക്ക് അത്രയേ പറയാനുള്ളൂ.